പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കഴിഞ്ഞ 2 ദിവസമായി ചിന്തിപ്പിച്ച ഒരു വാക്ക് നിങ്ങളോട് ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്നറിയാം. കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങളുടെ വേദവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കൽ എന്ന ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ അധ്യാപകൻ പറഞ്ഞ ഒരു സാക്ഷ്യം എന്നെ ഭയങ്കരമായി ബലപ്പെടുത്തി. അത് പ്രകാരമാണ്: താൻ വേദവചനം പഠിപ്പിക്കുവാനായി 52 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ബൈബിൾ സെമിനാരിയിൽ വന്ന് പഠിപ്പിച്ച ഒരു അനുഭവം പറയുകയുണ്ടായി. അതിനുശേഷം താൻ വീട്ടിൽ പോകുവാൻ വണ്ടിക്കൂലിയില്ലാതെ മറ്റൊരു ദിവസം ദൈവവചനം പഠിപ്പിച്ചിട്ട് താൻ കോളേജ് വിട്ട് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മുകളിൽ ടെറസിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവവചനം പഠിക്കാനായി കടന്നു വന്ന കർത്താവിൻ്റെ ഒരു എളിയ ദാസൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു. ഇന്ന അധ്യാപകൻ ഇന്നതുപോലെ നടന്നു പോകുന്നു, തനിക്ക് പോകുവാൻ വണ്ടിക്കൂലിയില്ല. താൻ വേഗം അവിടുന്ന് ആ ദൈവദാസൻ എഴുന്നേൽക്കുകയും അധ്യാപകൻ നടന്നു പോകുന്നിടത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദവിദ്യാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്ന തനിക്ക് ദൈവം കൊടുത്ത നന്മ തൻ്റെ അധ്യാപകന്റെ കരുത്തിൽ വെച്ചു കൊടുത്തു. സാധാരണ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചൊരു സംഭവം നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വേല ചെയ്യുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? അവൻ നിങ്ങളെ കൈവിടുകയില്ല. അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പരാതി പറഞ്ഞിരിക്കാതെ ദൈവം തന്ന വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. അവൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കും. നിന്നോട് പറഞ്ഞ പ്രവചനം നിവർത്തിക്കും. അതിനായി നീ വേഗത്തിൽ എഴുന്നേൽക്കുക. പരിശുദ്ധാത്മാവ് നിയോഗിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടുന്നത് തരാൻ. ഈ പകൽ നിനക്ക് വേണ്ടി ഉള്ളത് തരാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതെ, ആ സാക്ഷ്യം എൻ്റെ ജീവിതത്തിന് ഉറപ്പ് നൽകിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ ആമേൻ, ഈ ആത്മമണ്ഡലം നിങ്ങളെയും ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ ചിന്തിപ്പിച്ച ഈ വാക്കുകൾ ഇന്ന് പകൽ എന്നോട് ദൈവം പറഞ്ഞ വാക്കുകളുമായി കണക്ട് ചെയ്ത് ഞാൻ പറയുന്നു. നിനക്ക് വേണ്ടിയുള്ള കരുതലുമായി ദൈവം ചിലതിനെ ആക്കി വെച്ചിട്ടുണ്ട്, ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ധൈര്യമായിരിക്കുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി വഴിയിൽ ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുക, അവൻ നിനക്ക് വേണ്ടി കരുതും. God bless you in Jesus name. Amen. നാളെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഇമ്മാനുവേലിന്റെ ചെറുകടിയിൽ പൊതിയട്ടെ. God bless you.